തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ട്. ഉത്തരവാദിത്വം തിരുവമ്പാടി ദേവസ്വത്തിന്റെ മേൽ വെച്ചുകെട്ടാൻ നീക്കമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ. ഓട്ടുപാറ സെന്ററിൽ സ്വകാര്യ ബസ് ഇടിച്ച് കാൽനട യാത്രികനായ വയോധികൻ മരിച്ചു. കുമരനെല്ലൂർ സ്വദേശി രാമനാണ് മരിച്ചത്. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജില്ലയിൽ വന്യമൃഗ ആക്രമണങ്ങൾ പതിവാകുന്നു. ചാലക്കുടി പുഴയിലെ കൊച്ചുകടവിൽ നിന്ന് അയിരൂരിലേക്കുള്ള പാലം നിർമ്മാണത്തിനായി പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. പാലം യാഥാർത്ഥ്യമായാൽ കുഴൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള ദൂരം 6 കിലോമീറ്റർ കുറയും. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം കലക്കലിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എഡിജിപി എം.ആർ. അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പൂരനാളിൽ ബോധപൂർവം കുഴപ്പമുണ്ടാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ടിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണുള്ളത്. പൂരം കലക്കാൻ ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്ന് നിയമപരമായി സാധ്യമാകാത്ത കാര്യങ്ങൾ ദേവസ്വം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവലോകന യോഗങ്ങളിലടക്കം ദേവസ്വം ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എഡിജിപി എം.ആർ. അജിത് കുമാറിനെതിരെ പരാതിയുമായി ഇന്റലിജൻസ് എഡിജിപി പി. വിജയൻ. സ്വർണ്ണക്കടത്ത് കേസിൽ എം.ആർ. അജിത് കുമാർ തനിക്കെതിരെ കള്ളമൊഴി നൽകിയെന്നാണ് പരാതി. പി. വിജയൻ ഡിജിപിക്കാണ് പരാതി നൽകിയത്. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് പി. വിജയൻ ആവശ്യമുന്നയിച്ചു. പി. വിജയന്റെ പരാതി ഡിജിപി ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട എഡിജിപിയുടെ റിപ്പോർട്ടിനെതിരെ തിരുവമ്പാടി ദേവസ്വം രംഗത്ത്. പൂരം കലക്കിയതിന്റെ ഉത്തരവാദിത്വം ദേവസ്വത്തിന്റെ മേൽ വെച്ചുകെട്ടാനാണ് നീക്കമെന്നും ദേവസ്വത്തിൽ ആരും രാഷ്ട്രീയം കളിച്ചിട്ടില്ലെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. എഡിജിപിയുടെ വീഴ്ച മറയ്ക്കാനുള്ള ശ്രമമാണെന്നും പൂരം കലക്കൽ CBI അന്വേഷിക്കണമെന്നും ദേവസ്വം സെക്രട്ടറി ആവശ്യപ്പെട്ടു. രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോലീസ് അത് വേറെ ഒരു തലത്തിലേക്ക് മാറി അതിനെ നശിപ്പിക്കുന്ന വിധത്തിലേക്ക് ഏതെല്ലാം തരത്തിൽ എങ്ങനെയെല്ലാം നശിപ്പിക്കാൻ പറ്റുമോ അത്തരത്തിലേക്ക് പൂരത്തിനെ മാറ്റുക എന്നുള്ള ഒരു അജണ്ടയുമായി മുന്നോട്ട് പോകുന്നതിന് ഞങ്ങൾ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ എതിർത്തത്. അല്ലാണ്ട് പൂരം കലക്കുന്നതിനോ പൂരം ഇല്ലാണ്ടാക്കുന്നതിനോ തിരുവമ്പാടി ദേവസ്വം ഒരു വർഷക്കാലമായി അതിനുവേണ്ടി വർക്ക് ചെയ്യുന്ന അതിൻ്റെ പ്രവർത്തകർ അത് കലക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും ശ്രമിക്കില്ല. തിരുവമ്പാടി ദേവസ്വം അതിനെ കരിവാരി തേക്കാൻ അല്ലെങ്കിൽ അതിനെ കലക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലീസും ഇവിടുത്തെ ഇന്റലിജൻസും ഇവിടുത്തെ മറ്റു വിഭാഗങ്ങളും എന്താണ് നോക്കിയിരുന്നത്? ഇത്രയ്ക്ക് മോശമായ ഒരു റിപ്പോർട്ടിലേക്ക് എത്തിയത് അജിത് കുമാർ സാറ് ചെയ്തത് ശരിയല്ല. ഓട്ടുപാറ സെന്ററിൽ സ്വകാര്യ ബസ്സിടിച്ച് കാൽനട യാത്രികനായ വയോധികൻ മരിച്ചു. കുമരനെല്ലൂർ സ്വദേശി പുത്തൻവീട്ടിൽ 92 വയസ്സുള്ള രാമനാണ് മരിച്ചത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിന് സമീപമാണ് അപകടം നടന്നത്. ഷൊർണൂർ ഭാഗത്തു നിന്നും വടക്കാഞ്ചേരി ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടയിൽ കാൽനട യാത്രികനെ ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപകടമുണ്ടാക്കിയ സ്വകാര്യ ബസും ബസ് ജീവനക്കാരനെയും വടക്കാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബസ് അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പാലപ്പള്ളി വലിയകുളത്ത് തുടർച്ചയായി 2ാം ദിവസവും വീട്ടുമുറ്റത്ത് പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. മേലെ മണ്ണിൽ കബീറിന്റെ പാടിക്ക് പുറകിലാണ് പുലിയെത്തി കെട്ടിയിട്ട പശുവിനെ ആക്രമിച്ചത്. ഇന്നലെ വൈകിട്ട് 7 മണിയോടെയായിരുന്നു സംഭവം. പശുക്കളുടെ ശബ്ദം കേട്ടെത്തിയപ്പോൾ പുലി പശുവിനെ ആക്രമിക്കുന്നതാണ് വീട്ടുകാർ കണ്ടത്. വീട്ടുകാർ ഒച്ചവെച്ചപ്പോൾ ഓടിപ്പോയ പുലി സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു. പിന്നീട് പടക്കം പൊട്ടിച്ചാണ് നാട്ടുകാർ പുലിയെ ഓടിച്ചത്. പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. വെള്ളിയാഴ്ച പുലർച്ചെയും പുലിയെത്തി ഇവരുടെ പശുക്കുട്ടിയെ കൊന്നിരുന്നു. തുടർച്ചയായി പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതോടെ തോട്ടം തൊഴിലാളികൾ ഭീതിയിലാണ്. 2 ദിവസം മുൻപ് പാലപ്പള്ളി പുതുക്കാട് എസ്റ്റേറ്റിന് സമീപത്തെ പാഡിയിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നിരുന്നു. ഇവിടെ പുലിയെ കണ്ടെത്തുന്നതിനായി വനംവകുപ്പ് ട്രാപ്പ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. പാലപ്പള്ളി മേഖലയിൽ പലയിടത്തായി പുലിയിറങ്ങി ഭീതി പരത്തിയതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാരും മലയോര കർഷക സംരക്ഷണ സമിതി പ്രവർത്തകരും ആവശ്യപ്പെട്ടു. ഇന്നലെ ഞങ്ങൾ ചേട്ടാ കല്യാണത്തിന് പോയി വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് തന്നെ. കാരണം വെച്ചാൽ വീട്ടിൽ വന്ന് വണ്ടി വെച്ച് നോക്കുമ്പോഴാണ് പുറകിന്ന് മറ്റേ പശുക്കുട്ടി ഭയങ്കര കരച്ചിൽ.
അപ്പോഴത്തേനും എൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു പുലി വന്നിട്ടുണ്ട് തോന്നുന്നു, ഇതൊന്നും പോയിട്ട് ലൈറ്റ് ഇടേണ്ടിന്ന് പറഞ്ഞു. ലൈറ്റ് ഇട്ടപ്പോഴത്തേനും അത് ചാടി ഈ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാതിൽ തുറന്ന് ഹെഡ്ലൈറ്റൊക്കെ എടുത്ത് അടിച്ച് നോക്കി. അപ്പോൾ ആ വഴിയിൽ അവിടെ മുകളിൽ കിടക്കുന്നു കണ്ടു. അപ്പോൾ ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് ചേട്ടാ വീട്ടിൽ സംഭവിക്കുന്നത്. അപ്പം ഞങ്ങൾ അന്ന് വന്നതിൻ്റെ ശേഷം കുറച്ചെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഒരു കൂട് സ്ഥാപിക്കാൻ. അപ്പോൾ അവരൊന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വേണ്ടപ്പെട്ട മെമ്പറെ കണ്ടിട്ട് മെമ്പറെ അടുത്ത് സംസാരിച്ച് അവരെ കഴിഞ്ഞ ഒരു അപേക്ഷ മേടിച്ചിട്ട് എഴുതിയിട്ട് കൊണ്ട് കൊടുക്കാനാണ് അവർ പറയണത്. അപ്പോഴാണ് DFക്ക് അവർ എഴുതി കൊടുക്കണം അപേക്ഷ ആയിട്ട്. അപ്പോൾ അവർ അതിനുള്ള തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിരപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷന് സമീപം വീണ്ടും കാട്ടാന ഇറങ്ങി. ഏഴാറ്റുമുഖം ഗണപതിയാണ് പോലീസ് സ്റ്റേഷന് സമീപമെത്തിയത്. ട്രൈബൽ ഹോസ്റ്റലിലെ കവുങ്ങുകളും തെങ്ങുകളും ആന മറിച്ചിട്ടു. പോലീസുകാർ ബഹളം വെച്ചതാണ് ആനയെ തുരത്തിയത്. സമീപ ദിവസങ്ങളിൽ മേഖലയിൽ കാട്ടാന ശല്യം പതിവായിരിക്കുകയാണ്. ചാലക്കുടി പുഴയിലെ കൊച്ചുകടവിൽ നിന്ന് അയിരൂരിലേക്കുള്ള പാലം നിർമ്മാണത്തിനായി പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. തൃശൂർ, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ സാധ്യതാ പഠനങ്ങൾ പൂർത്തിയാക്കി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും. മണ്ണ് പരിശോധനാ നടപടികൾ ഉടൻ പൂർത്തിയാക്കും. 170 മീറ്റർ നീളത്തിൽ 8.5 മീറ്റർ വീതിയിലാണ് പാലം നിർമ്മിക്കുക. PMGSY പദ്ധതിയുടെ ഭാഗമായാണ് പാലം നിർമ്മാണത്തിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് പ്രാഥമിക പരിശോധനകൾ നടത്തി. പാലം നിർമ്മിച്ചാൽ കുഴൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള ദൂരം 6 കിലോമീറ്റർ കുറയുമെന്ന പ്രത്യേകതയുണ്ട്. പാലം കടന്നെത്തുന്ന എറണാകുളം ജില്ലയിലെ അയിരൂരിൽ നിന്ന് അടുവാശ്ശേരി വഴി ആലുവ പറവൂർ കവലയിലേക്ക് എത്തിച്ചേരാം. കുണ്ടൂർ കുത്തിയത്തോട് പാലത്തിന് വർഷങ്ങൾക്ക് മുൻപ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഫണ്ട് അനുവദിച്ചിട്ടും സ്ഥലം നിശ്ചയിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. കുഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയൻ ഇടപെട്ട് ബെന്നി ബെഹനാൻ MP-യുമായി ചർച്ച നടത്തിയതിനെ തുടർന്നാണ് സാധ്യതാ പഠനം നടത്തി പദ്ധതി അംഗീകാരത്തിനായി സമർപ്പിച്ചിട്ടുള്ളത്. തൃശൂർ DCCയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ K. കരുണാകരൻ അനുസ്മരണം പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ സംഘടിപ്പിച്ചു. K. കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. മുൻ MLA-മാരായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ, അനിൽ അക്കര, TV ചന്ദ്രമോഹൻ, TU രാധാകൃഷ്ണൻ, മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, O. അബ്ദുറഹ്മാൻ കുട്ടി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പെരിങ്ങോട്ടുകര താന്യം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K. കരുണാകരന്റെ ചരമ വാർഷിക ദിനം ആചരിച്ചു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ അനുസ്മരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. പുഷ്പാർച്ചനയോടെ ആരംഭിച്ച അനുസ്മരണ ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ CR രാജൻ, KN വേണുഗോപാൽ, ഹബീബുള്ള തുടങ്ങിയവർ നേതൃത്വം നൽകി. കാട്ടൂരിലെ മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പണി ഉടൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തിയത്. ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് 24 കോടി രൂപയുടെ ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിക്കുകയും ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്ത മുനയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ നടത്തിയിട്ടില്ലെന്ന് തോമസ് ഉണ്ണിയാടൻ പറഞ്ഞു. കേരള കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം പ്രസിഡന്റ് അഷ്റഫ് പാലിയത്താഴത്ത് അധ്യക്ഷത വഹിച്ചു. മിനി മോഹൻദാസ്, സിജോയ് തോമസ്, റോക്കി ആളൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. അവണിശ്ശേരി ഫസ്റ്റ് മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്തു. കലാപരിപാടികളുടെ ഉദ്ഘാടനം പുല്ലാങ്കുഴൽ കലാകാരൻ മുരളി നാരായണൻ നിർവഹിച്ചു. അവണിശ്ശേരി വികസന ജനകീയ സമിതി പ്രസിഡന്റ് PG വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി C. നരേന്ദ്രൻ, വികസന സമിതി സെക്രട്ടറി ശൈലേഷ് കുമാർ, ഡോക്ടർ ഗിരീഷ് പെരിഞ്ചേരി, AR രാജു, അനുരാഗ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോയുടെ നേതൃത്വത്തിൽ വിയൂരിൽ പരാതി പരിഹാര അദാലത്ത് നടത്തി. ഒല്ലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ SP സുധീരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഫ്ളാറ്റ് നിവാസികളുടെ പരാതികൾ സ്വീകരിച്ചു. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ലോഹിതാക്ഷൻ, അശോക് കുമാർ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ദേവസി, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചന്ദ്രാപിന്നി യൂണിറ്റ് സമ്മേളനം AKTA ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ പതാക ഉയർത്തി. സെക്രട്ടറി EP ജെയിംസ്, ട്രഷറർ TS ബേബി, ബിന്ദു ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് സീറോ മലബാർ ചർച്ച് കൂട്ടായ്മ കേന്ദ്ര സമിതി ക്രിസ്മസ് കരോൾ ഘോഷയാത്ര സംഘടിപ്പിച്ചു.
100-ൽ പരം മാലാഖമാർ, ക്രിസ്മസ് പാപ്പാമാർ എന്നിവർ കരോൾ ഘോഷയാത്രയുടെ ഭാഗമായി. ഘോഷയാത്ര മതിലകം SI രമ്യ കാർത്തികേയൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫാദർ അരുൺ തെക്കിനിയത്ത്, കൺവീനർ ജോണി വർഗീസ് കുറ്റിക്കാടൻ എന്നിവർ നേതൃത്വം നൽകി. കരിമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ K. കരുണാകരൻ അനുസ്മരണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. സ്വകാര്യ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയാൽ രജിസ്ട്രേഷൻ റദ്ദാക്കുന്ന നടപടി കർശനമാക്കി ഗതാഗത വകുപ്പ്. ഉടമയുടെ കുടുംബാംഗങ്ങൾ വാഹനം സ്ഥിരമായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രതിഫലം കൂടാതെ വാഹനം ഉപയോഗിക്കാൻ നൽകുന്നതിലും നടപടിയുണ്ടാകില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ സ്ഥിരമായി മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിനായി വിട്ടു നൽകുന്നതും വ്യക്തികളെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഥിരമായി കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നതും നിയമവിരുദ്ധമാണ്. മാധ്യമങ്ങൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ പരസ്യം നൽകി മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വാടകയ്ക്ക് നൽകുന്നതും കുറ്റകരമാണ്. 8 സീറ്റിൽ കൂടുതൽ ഘടിപ്പിച്ച വാഹനങ്ങൾ വാഹന ഉടമയുടെയും കുടുംബാംഗങ്ങളുടെയും മാത്രം ഉപയോഗത്തിന് വേണ്ടിയുള്ളതാണെന്ന് സത്യവാങ്മൂലം നൽകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സ്വകാര്യ വാഹനമായി രജിസ്റ്റർ ചെയ്ത് നൽകുന്നത്. ഇത്തരം വാഹനങ്ങൾ മറ്റുള്ളവരുടെ ഉപയോഗത്തിന് വിട്ടു നൽകുന്നത് നിയമവിരുദ്ധമാണെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അറിയിച്ചു. മലയാളത്തിന്റെ പ്രിയപ്പെട്ട സാഹിത്യകാരൻ MT വാസുദേവൻ നായരുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ICUവിൽ തുടരുന്ന MTയുടെ ആരോഗ്യനില വിദഗ്ധ ഡോക്ടർമാർ നിരീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ശ്വാസതടസ്സത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിനിടെ അദ്ദേഹത്തിന് ഹൃദയാഘാതവുമുണ്ടായി. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ ബെൽസ്. പ്രത്യാശയുടെ നക്ഷത്രശോഭയുമായി എത്തിയ ക്രിസ്മസ് രാവുകളിൽ നാടുണർത്തിയെത്തുന്ന കരോൾ സംഘങ്ങളാണ് തിരുപ്പിറവിയുടെ വരവറിയിക്കുന്നത്. സമ്മാനങ്ങളുമായി എത്തുന്ന പാപ്പാമാർ ക്രിസ്മസ് കാലത്തെ ഗൃഹാതുരത്വമുണർത്തുന്ന കാഴ്ചയാണ്. വർണ്ണരാജികൾ വിടരും വാനിൽ തുടങ്ങിയ കരോൾ ഗാനങ്ങളുമായി നാടുണർത്തിയെത്തുന്ന കരോൾ സംഘങ്ങൾ മഞ്ഞുപെയ്യുന്ന ഡിസംബറിലെ ക്രിസ്മസ് രാവുകൾക്ക് നക്ഷത്ര തിളക്കമേകുകയാണ്. നക്ഷത്രവും പുൽക്കൂടും ക്രിസ്മസ് ട്രീയും മാത്രമല്ല, സ്നേഹ സന്ദേശവുമായി എത്തുന്ന കരോൾ സംഘങ്ങളുടെ ഗാനലഹരിയും ഉണ്ടെങ്കിലേ ക്രിസ്മസ് ആഘോഷരാവുകൾ സംഗീത സാന്ദ്രമാകുകയുള്ളൂ. കാലിത്തൊഴുത്തിലെ ഉണ്ണിയേശുവിൻ്റെ തിരുപ്പിറവിയുടെ വരവറിയിച്ച് നക്ഷത്രവിളക്കുകൾ തെളിയിച്ചും ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെയും പാപ്പാസമേതം ആടിപ്പാടിയെത്തുന്ന കരോൾ സംഘങ്ങളെ സ്നേഹോഷ്മളമായി തന്നെ നാടും വീട്ടുകാരും വരവേൽക്കുന്നു. ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് പുറമെ ക്ലബ്ബുകളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ കരോൾ സംഘടിപ്പിക്കാറുണ്ട്. മധുരം പകർന്നും സമ്മാനങ്ങൾ നൽകിയുമെത്തുന്ന ക്രിസ്മസ് പാപ്പമാർ ജാതിമത ഭേദമന്യേ സ്നേഹത്തിന്റെ ആഘോഷമാക്കി ക്രിസ്മസിനെ മാറ്റുകയാണ്. മുൻപ് വീട് വീടാന്തരം കയറിയിറങ്ങിയിരുന്ന പതിവിനു പകരം പല സംഘങ്ങളും അലങ്കരിച്ച വാഹനങ്ങളെ റെക്കോർഡ് കരോൾ ഗാനങ്ങൾ വെച്ച് ആഘോഷം മാറ്റിയതും കാണാം. എങ്കിലും വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി കരോൾ നടത്തുന്ന സംഘങ്ങളും കുറവല്ല. ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന കരോൾ ഫെസ്റ്റുകളും ക്രിസ്മസിന്റെ ആഘോഷരാവുകളെ തിരുപ്പിറവിയുടെ ആനന്ദധാരയിൽ ആറാടിക്കുകയാണ്. ഫെസ്റ്റിവൽ ഡെസ്ക് TCV. ശ്രീനാരായണപുരം കാര അഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് +2 വിദ്യാർത്ഥി മരിച്ചു. കയ്പമംഗലം സ്വദേശി മണിലാൽ വീട്ടിൽ അൻസാർ മകൻ 17 വയസ്സുള്ള അഫ്നാൻ റോഷനാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി നവാസ് ചേരുന്നു. നവാസ്, ശ്രീനാരായണപുരം കാര അഞ്ചങ്ങാടിയിലുള്ള അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? ഇന്ന് ഉച്ചയ്ക്ക് 1:30 വെസ്റ്റ് സിറ്റിസൺ റോഡിലുള്ള അഞ്ചങ്ങാടി ബസ് സ്റ്റോപ്പിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. സ്കൂട്ടർ ടിപ്പർ ലോറിയിൽ ചെന്നിടിക്കുകയായിരുന്നു. രണ്ടുപേരും വിദ്യാർത്ഥികളാണ് എന്നാണ് അറിവ്. മരിച്ച അഫ്നാൻ RLHF സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഇരുവരെയും ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ AR ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും
അഫ്സാൻ അതിനകം മരണമടയുകയായിരുന്നു. കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. മറ്റു കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. സ്ഥിര ശ്രീനാരായണപുരം കാരാഞ്ചങ്ങാടിയിൽ ടിപ്പർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് +2 വിദ്യാർത്ഥി മരിച്ചു. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത് നവാസാണ്. മറ്റു വാർത്തകളിലേക്ക്. കേരള ലേബർ മൂവ്മെന്റ് എളവള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ബെത്സൈദ മഠത്തിലെ അന്തേവാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിച്ചു. തൃശൂർ അതിരൂപത KLM പ്രസിഡന്റ് മോളി ജോബി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KM ആന്റോ അധ്യക്ഷത വഹിച്ചു. ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ, ഋഷി പൽപു, ബെത്സൈദ മദർ സുപ്പീരിയർ ലീന പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം ചാവക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവീനർ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. അനുസ്മരണ സദസ്സിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV യൂസഫ് അലി അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി AS മുഹമ്മദ് സറൂഖ്, കോൺഗ്രസ് നേതാക്കളായ K നവാസ്, TH റഹീം, KV ലാജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. മുൻ MP C ഹരിദാസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് മുസ്തഫ വടമുക്ക് അധ്യക്ഷനായി. KPCC നിർവാഹക സമിതി അംഗം V സെയ്ദ് മുഹമ്മദ്, TK അഷ്റഫ്, NA ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് സബീഷ് മരുതയൂർ ഉദ്ഘാടനം ചെയ്തു. യുവമോർച്ച എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അഭിലാഷ് കടങ്ങോട് അധ്യക്ഷത വഹിച്ചു. BJP കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് MV ധനീഷ്, BJP മണ്ഡലം കമ്മിറ്റി അംഗം വിനു ഇടുക്കാട്ട്, വിനീഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ MM ഷംസുദ്ദീൻ, റൂബി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. കെ കരുണാകരന്റെ 14ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് INTUC തെക്കുംകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുന്നപ്പറമ്പ് സെന്ററിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. INTUC മണ്ഡലം പ്രസിഡന്റ് NM വിനീഷ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി PJ രാജു, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് AR കൃഷ്ണൻകുട്ടി, സുനിൽ ജേക്കബ്, കുട്ടൻ മച്ചാട്, ജോജോ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഏലമുത കോൾപ്പടവ് കർഷക സംഘം ഓഫീസ് കെട്ടിടത്തിന്റെ നവീകരണം തുടങ്ങി. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി ഓഫീസ് കെട്ടിടത്തിന്റെ നവീകരണവും കമ്പ്യൂട്ടർ വൽക്കരണവും ഉദ്ഘാടനം ചെയ്തു. പടവ് പ്രസിഡന്റ് VG ജോയ് അധ്യക്ഷനായിരുന്നു. പടവ് സെക്രട്ടറി PR ജിനേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ചാന്ദിനി വേണു, NK വിമല, ജില്ലാ കോൾ കർഷക സംഘം പ്രതിനിധി NK സുബ്രഹ്മണ്യൻ എന്നിവർ സംസാരിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലെ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് കല്ലുംപുറത്ത്, ഏകോപന സമിതി പ്രസിഡന്റ് MK തോമസ്, ആൻഡ്രൂ ജെറിൻ എന്നിവർ സംസാരിച്ചു. മട്ടത്തൂരിലെ കോൺഗ്രസ് നേതാവും ജനപ്രതിനിധിയുമായിരുന്ന T സുഭാഷിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അവിട്ടപ്പള്ളിയിൽ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മട്ടത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സുരേന്ദ്രൻ ഞാറ്റുവെട്ടി, CH സാദത്ത്, ലിനോ മൈക്കിൾ, ലിൻഡോ പള്ളിപ്പറമ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. വെറും കൈയോടെ പരാതി പരിഹാര അദാലത്തിലെത്തിയ പത്മാവതിയും കുടുംബവും ഭൂ ഉടമകളായി മടങ്ങി. കൊടുങ്ങല്ലൂർ നഗരത്തിൽ തെക്കേനടയിലെ 2 സെന്റ് ഭൂമി ഇനി ഇവർക്ക് സ്വന്തം. 4 തലമുറകളായി തെക്കേനടയിലെ പുളിഞ്ചോട്ടിൽ താമസിക്കുന്ന കുടുംബത്തിന് പട്ടയം അനുവദിക്കാൻ റവന്യൂ മന്ത്രി K രാജൻ ഉത്തരവിട്ടു. കുണ്ടൂർ വീട്ടിൽ പരാതിയായ അമ്മിണി, സഹോദരി പത്മാവതി എന്നിവർ പട്ടയത്തിനായി പതിറ്റാണ്ടുകളായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയായിരുന്നു. ഭൂമി പതിച്ചു നൽകാൻ 2008 ഹൈക്കോടതി ഉത്തരവുണ്ടായെങ്കിലും ചുവപ്പ് നാടയിൽ കുരുങ്ങി നടപടി 1.5 പതിറ്റാണ്ട് വൈകി.
കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ റവന്യൂ മന്ത്രി പ്രശ്നം പരിഹരിക്കാമെന്ന് ഈ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. തുടർന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന അദാലത്തിൽ അപേക്ഷ പരിഗണിച്ച് ഇവർക്ക് പട്ടയം നൽകാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു. ഈ മാസം 31-നകം പത്മാവതി അമ്മിണിയുടെ കുടുംബത്തിനും ഭൂമി പതിച്ചു നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. കൊല്ലങ്ങളായി എന്നിട്ട് ഒരാൾ എന്തോ നല്ല നല്ല കാലം കൊണ്ടാണോ എന്തോ അറിഞ്ഞൂടാ അദ്ദേഹം വീട്ടിൽ വന്നിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വാങ്ങിച്ചു തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒട്ടും വിഷമിക്കേണ്ട, ഇത് ഉറപ്പാണെന്ന് പറഞ്ഞാൽ അന്ന് പോയി. അദ്ദേഹം ഇന്ന് ഇവിടെ വരാൻ പറഞ്ഞു, പട്ടയം തരാമെന്ന് പറഞ്ഞു. ഈ 31-ാം തീയതിക്ക് അകത്ത് തരാമെന്ന് പറഞ്ഞു. TCV ന്യൂസ് കൊടുങ്ങല്ലൂർ. ഗുരുവായൂർ സായി മന്ദിരത്തിൽ നടന്ന ഇന്റർനാഷണൽ മെഡിറ്റേഷൻ ഡേ ആഘോഷം വിശ്വകർമ്മകുല പീഠാധീശർ സ്വാമി സാധു കൃഷ്ണാനന്ദകൃഷ്ണ സരസ്വതി ഉദ്ഘാടനം ചെയ്തു. മൗനയോഗി സ്വാമി ഹരിനാരായണൻ ധ്യാന പരിശീലനത്തിന് നേതൃത്വം നൽകി. ഗോത്രവർഗ ഗായിക വടികിയമ്മയുടെ നേതൃത്വത്തിൽ ഗോത്ര പ്രാർത്ഥനയും നൃത്തവും ഉണ്ടായിരുന്നു. സംവിധായകൻ വിജീഷ് മണി, അരുൺ നമ്പ്യാർ, സബിത രഞ്ജിത്ത് എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രാങ്കണം വൃന്ദാവനമാക്കിയ രാധാകൃഷ്ണന്മാരുടെ മരം ചുറ്റിക്കളി കൗതുക കാഴ്ചയായി. വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന് മുന്നോടിയായി നടന്ന ഘോഷയാത്രയിലെ രാധാകൃഷ്ണന്മാരാണ് ക്ഷേത്രാങ്കണം വൃന്ദാവനമാക്കിയത്. എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹവുമായി നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നൈമിഷാരണ്യത്തിലേക്ക് നടത്തിയ ഘോഷയാത്രയിൽ രാധാകൃഷ്ണ വേഷമണിഞ്ഞ് പങ്കെടുത്തതാണ് കുട്ടികൾ. ക്ഷേത്രാങ്കണത്തിലെ യജ്ഞശാലയ്ക്ക് മുമ്പിൽ 2 മണിക്കൂർ നീണ്ട ഘോഷയാത്ര സമാപിച്ചപ്പോൾ ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിന് ചുറ്റും രാധാകൃഷ്ണന്മാർ ആർത്തുല്ലസിച്ച് ഓടിക്കളിച്ചതാണ് കൗതുക കാഴ്ചയായത്. അരിമ്പൂർ സ്വദേശികളായ UKG വിദ്യാർത്ഥി പാർവതി രാധയായും 2ാം ക്ലാസ് വിദ്യാർത്ഥി ദേവാൻഷി കൃഷ്ണനുമായാണ് കാണികളുടെ മനം കവർന്നത്. അരിമ്പൂരിലെ മാധ്യമ പ്രവർത്തകനായ മണികണ്ഠൻ കുറുപ്പത്താണ് കൗതുകം പകരുന്ന ഈ ദൃശ്യം ക്യാമറയിൽ പകർത്തിയത്. അത്താണി ആനടത്ത് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള നോട്ടീസ് പ്രകാശനം നടന്നു. ഗുരുവായൂർ മുൻ മേൽശാന്തി മധുസൂദനൻ നമ്പൂതിരി കുന്നംകുളം ACP CR സന്തോഷിന് നൽകി നോട്ടീസിന്റെ ആദ്യ പ്രകാശനം നിർവഹിച്ചു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ, കുറ്റ്യങ്കാവ് മേൽശാന്തി കല്ലൂർ മഠം ലക്ഷ്മി നാരായണസ്വാമി, ക്ഷേത്ര മേൽശാന്തി ഈശ്വരമംഗലം മനരാജ നാരായണ നമ്പൂതിരി, മധു അമ്പലപുരം, ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് നാരായണൻകുട്ടി, സെക്രട്ടറി വിജോഷ് എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി 1, 2 ദിവസങ്ങളിലാണ് പ്രതിഷ്ഠാദിനം. ഹരിയാനയിലെ പഞ്ചഗുളയിൽ നടന്ന 1ാമത് ദേശീയ സാംസ്കാരിക ആധുനിക പൈഥിയൻ മത്സരത്തിൽ പഞ്ചഗുസ്തി സീനിയർ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ കണ്ടശങ്കടവ് സ്വദേശി KM ഹരിയും വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ CS സൗമ്യയും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ഒളിമ്പിക്സ് ആരംഭിക്കുന്നതിന് മുൻപ് ലോക നിലവാരത്തിൽ ഗ്രീസിൽ നടന്നിരുന്ന കായിക മാമാങ്കമായിരുന്നു പൈഥിയൻ ഗെയിംസ്. ആധുനിക പൈഥിയനായി ഈ വർഷം മുതൽ പുനരാരംഭിച്ചിരിക്കുന്ന മത്സരത്തിലാണ് ഈ സുവർണ നേട്ടം കരസ്ഥമാക്കിയത്. 2025-ൽ US-ൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്ക് ഇരുവരും യോഗ്യത നേടി. ഓൾ കേരള തയ്യൽ തൊഴിലാളി യൂണിയൻ എരുമപ്പെട്ടി യൂണിറ്റ് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംസ്ഥാന പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് സഫീന അസീസ് അധ്യക്ഷയായി. ഗ്ലിറ്റി ആൻഡോ, സാലി സൈമൺ, ട്രീസ, ടോംസി, സുബൈദ രാജീവ്, ഷാജിദ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി, നെല്ലുവായ്, മങ്ങാട് എന്നിവിടങ്ങളിൽ പുതിയ യൂണിറ്റുകൾ രൂപീകരിച്ച് ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ആശുപത്രി ജീവനക്കാരിയോട് ലൈംഗിക അതിക്രമം കാണിച്ച തൃശൂർ കോർപ്പറേറ്റീവ് ആശുപത്രി പ്രസിഡന്റ് TK പൊറിഞ്ചുവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃശൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് നടത്തി. കോർപ്പറേറ്റീവ് ആശുപത്രിക്ക് മുന്നിൽ നടന്ന ധർണ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗിരിജാദേവി ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PS ലത അധ്യക്ഷത വഹിച്ചു. DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ഗ്രീഷ്മ അജയ് ഘോഷ്, അസോസിയേഷൻ ജില്ലാ ട്രഷറർ KR സീത, ഏരിയ സെക്രട്ടറി PK ബിന്ദു എന്നിവർ സംസാരിച്ചു. KPCC ഗാന്ധി ദർശൻ സമിതി ഏർപ്പെടുത്തിയ ഗാന്ധി ദർശൻ സമിതി പുരസ്കാരത്തിന് മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്മിൽ രാമകൃഷ്ണനെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. ചർക്കയും മംഗളപത്രവുമാണ് പുരസ്കാരം.
മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനമായ ജനുവരി 30-ന് തൃശൂർ വിവേകോദ്യം സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുരസ്കാരം നൽകും. KPCC ഗാന്ധി ദർശൻ സമിതി സംസ്ഥാന പ്രസിഡന്റ് VC കബീർ, വർക്കിംഗ് പ്രസിഡന്റ് P ഹരിഗോവിന്ദൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു വടക്കുംപുറം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മുക്കാട്ടുകര കോക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന പഞ്ചാരിമേളം അരങ്ങേറ്റം മേളപ്രേമികളിൽ ആവേശം നിറച്ചു. പാറമേക്കാവ് അഭിഷേക്, മുക്കാട്ടുകര റെനീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ പരിശീലനം നേടിയ 20 പേരുടെ അരങ്ങേറ്റമാണ് നടന്നത്. ഇലഞ്ഞിത്തറ മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരുടെ സാന്നിധ്യത്തിലായിരുന്നു അരങ്ങേറ്റം. കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെയുള്ളവർ ചെണ്ടയിൽ പൊട്ടിത്തകർത്തു. ബോണ്ണത്താലയുടെ ഭാഗമായി ഈ മാസം 26 മുതൽ 31 വരെ ശക്തൻ നഗറിൽ ഹാർഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വൈവിധ്യമാർന്ന സ്റ്റാളുകൾ, പ്രമുഖരുടെ സംഗീത പരിപാടികൾ, കാർഷിക ഉൽപ്പന്നമേള, വർക്ക്ഷോപ്പുകൾ എന്നിവ ഫെസ്റ്റിന്റെ ആകർഷകങ്ങളാണ്. ഫാദർ സാംസൺ ചിറമൽ, അലോക് തോമസ് പോൾ, ജോജു മഞ്ഞില, മിഥുൻ മോഹൻ, CK ശ്രീകാന്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നോവലിസ്റ്റ് രവി രചിച്ച ഗ്രാഫിക് നോവലുകളുടെ പ്രകാശനം ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. രാവിലെ മുതൽ വൈകിട്ട് വരെ തൃശൂർ ലളിതകലാ അക്കാദമി അങ്കണത്തിൽ നടക്കുന്ന ചടങ്ങിൽ 7 പുസ്തകങ്ങളുടെ പ്രകാശനവും പുസ്തക ചർച്ചയും നടക്കും. വിനയ്ലാൽ, രാജേഷ് വിശംഭരൻ, രവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. രാഷ്ട്രീയ രംഗത്തെ മാന്ത്രികനായിരുന്നു ലീഡർ K കരുണാകരനെന്ന് മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ DCCയുടെ ആഭിമുഖ്യത്തിൽ DCC ഓഫീസിൽ സംഘടിപ്പിച്ച ലീഡർ K കരുണാകരൻ സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലീഡർ ഇല്ലാത്തതാണോ അതോ ലീഡർമാർ കൂടിപ്പോയതാണോ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും തേറമ്പിൽ അഭിപ്രായപ്പെട്ടു. DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP അധ്യക്ഷത വഹിച്ചു. മുൻ MP TN പ്രതാപൻ, മുൻ MLA-മാരായ TV ചന്ദ്രമോഹൻ, അനിൽ അക്കര, TU രാധാകൃഷ്ണൻ, PM മാധവൻ, മുൻ DCC പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, O അബ്ദുറഹ്മാൻ കുട്ടി, ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജൻ തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ വൈദിക വിദ്യാപീഠത്തിന്റെയും തെക്കേ മഠത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സുമംഗലേഷ്ടി എന്ന അപൂർവ യജ്ഞം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജനുവരി 10, 11, 12 തീയതികളിൽ തെക്കേ മഠത്തിലാണ് യജ്ഞം നടക്കുക. വൈദിക വിദ്യാപീഠം ട്രസ്റ്റിമാരായ ഏർക്കര നാരായണൻ നമ്പൂതിരി, പെരുമ്പടപ്പ് ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി പെരുമ്പടപ്പ് രാമൻ നമ്പൂതിരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 9:30-ന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ K മീനാക്ഷി ഉദ്ഘാടനം നിർവഹിക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ രാജേഷ് വഞ്ചിപ്പുര, ഡോക്ടർ AS സുനിൽ, T കൃഷ്ണകുമാർ, ഡോക്ടർ MD ബിന്ദു, ഡോക്ടർ AK മുബാറക് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അന്നമനട പരമന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ സർഗപ്രഭ പുരസ്കാരത്തിന് സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ തെരഞ്ഞെടുത്തതായി ഭാരവാഹികൾ അറിയിച്ചു. 25,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം. ജനുവരി 26-ന് അന്നമനടയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. ജൂറി ചെയർമാൻ ജയരാജ് വാര്യർ, ജൂറി അംഗം അന്നമനട ബാബുരാജ്, പഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ്, കലാഭവൻ ഡെൽസൺ, KV വേണു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കുന്നത്തങ്ങാടി വൃന്ദാര കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സെന്റ് ആന്റണീസ് പള്ളിയിലെ ക്രൈസ്റ്റ് യൂണിറ്റുമായി സഹകരിച്ച് മിനി ബോണ്ണത്താലെ നടത്തി. സരിൻ, അനൂപ്, അരുൺ, വിഷ്ണു പ്രസാദ്, ജയമോഹൻ, സുനിൽ, സനൽ എന്നിവർ നേതൃത്വം നൽകി.
കെ കരുണാകരൻ 14ാം ചരമവാർഷിക ദിനം മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. നൈജോ വാസുപുരത്തുകാരൻ, സിജിൽ ചന്ദ്രൻ, സുരേഷ് അരിക്കാട്ട്, ലിനോ മൈക്കിൾ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലീഡർ കെ കരുണാകരന്റെ അനുസ്മരണം സംഘടിപ്പിച്ചു. മുൻ KPCC ട്രഷറർ KK കൊച്ചു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുൻ DCC വൈസ് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സിജോ ജോർജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൊങ്ങണങ്കാട് സെന്റ് മേരീസ് ദേവാലയത്തിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ബോൺനത്താലെ സംഘടിപ്പിച്ചു. വികാരി ഫാദർ ജോബി ചുള്ളിക്കാടൻ, കൈക്കാരന്മാർ, അധ്യാപകർ, KCYM അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു. വികാരി ഫാദർ VM ഷമുവൽ ക്രിസ്മസ് സന്ദേശം നൽകി. സഹവികാരി ഫാദർ ജോസഫ് ജോർജ്, PV ഷാജു, ബിനു CK എന്നിവർ നേതൃത്വം നൽകി. വെളുത്തൂർ നമ്പോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നൈമിഷാരണ്യത്തിലെ 24ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. എറവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ഘോഷയാത്രയായാണ് വിഗ്രഹം കൊണ്ടുവന്നത്. നമ്പോർക്കാവ് ക്ഷേത്ര മൈതാനിയിലെത്തിയ വിഗ്രഹം തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി നൈമിഷാരണ്യ വേദിയിൽ പ്രതിഷ്ഠിച്ചു. യജ്ഞാചാര്യൻ കിഴക്കുംപാട്ട് വിനോദ് കുമാർ ശർമ്മ മാഹാത്മ്യ പാരായണത്തോടെ സപ്താഹത്തിന് തുടക്കം കുറിച്ചു. പ്രസിഡന്റ് കറുത്തേതിൽ രാമചന്ദ്രൻ, K കൃഷ്ണകുമാർ, P കൃഷ്ണൻകുട്ടി നായർ എന്നിവർ നേതൃത്വം നൽകി. ചിറ്റിശ്ശേരി അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ ലക്ഷദീപം സമർപ്പണം നടത്തി. ശ്രീകോവിൽ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായാണ് ദീപം സമർപ്പണം നടത്തിയത്. ക്ഷേത്രം തന്ത്രി എളങ്ങല്ലൂർ കൃഷ്ണദാസ് നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് മിഥുൻ പൂക്കോടൻ, സെക്രട്ടറി സന്ദീപ് പാറക്കൽ, വിജിത് തിരുക്കുളം എന്നിവർ നേതൃത്വം നൽകി. ജീവകാരുണ്യ പ്രവർത്തനത്തിന് MES മാതൃകയാണെന്ന് ബെന്നി ബെഹനാൻ MP പറഞ്ഞു. MES കൊടുങ്ങല്ലൂർ താലൂക്ക് കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 3ാമത്തെ വീടിന്റെ കൈമാറ്റ ചടങ്ങ് MP ഉദ്ഘാടനം ചെയ്തു. MES സംസ്ഥാന ജനറൽ സെക്രട്ടറി KK കുഞ്ഞുമൊയ്തീൻ മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റഹീം ഫസൽ ഗഫൂർ, റിയാസ് അൽ ഹസനി, PK മുഹമ്മദ് ഷമീർ എന്നിവർ സംസാരിച്ചു. വിധവ ക്ഷേമ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ന്യൂ ഇയർ റിലീഫ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. കുന്നംകുളത്ത് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ പനക്കൽ ഉദ്ഘാടനം ചെയ്തു. വിധവ ക്ഷേമ സംഘം ജില്ലാ സെക്രട്ടറി ശോഭന കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. രാജീവ്, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, സുനിൽ കുമാർ, KV പ്രകാശൻ എന്നിവർ സംസാരിച്ചു. നെല്ലായി സെന്റ് മേരീസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ഈ മാസം 27 മുതൽ 30 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 27 വൈകിട്ട് ഫാദർ റാഫേൽ പഞ്ഞിക്കാരന്റെ കാർമ്മികത്വത്തിൽ തിരുനാളിന് തുടക്കം കുറിച്ച് കൊടിയേറ്റവും വൈദ്യുത ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മവും നടക്കും. 29 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ടോം വാളിയേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ തോമസ് എളങ്കുന്നപ്പുഴ, ജനറൽ കൺവീനർ ബാബു പറപ്പുള്ളി, കൈക്കാരൻ തോമസ് ചുരക്കൽ, കൺവീനർ സിജോ മഞ്ഞളി, ജോയിന്റ് കൺവീനർ ചാക്കുണ്ണി മാളിയേക്കൽ എന്നിവർ പങ്കെടുത്തു. റവന്യൂ ജില്ലാ കലോത്സവത്തിൽ തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽപ്പെട്ട തൃശൂർ ഈസ്റ്റ്, വെസ്റ്റ്, ചേർപ്പ് ഉപജില്ലയിൽ നിന്നും വിവിധ മത്സരങ്ങളിൽ 1ാം സ്ഥാനം നേടി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രശസ്ത കാരിക്കച്ചറിസ്റ്റ് ജയരാജ് വാര്യർ ക്ലാസ് നയിച്ചു.
തൃശൂർ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി അധ്യക്ഷത വഹിച്ചു. തൃശൂർ വെസ്റ്റ് വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ ബിജു, തൃശൂർ വിദ്യാഭ്യാസ ജില്ലാ HM ഫോറം പ്രതിനിധി മനോജ്, ചേർപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുനിൽകുമാർ, ബിന്ദു എന്നിവർ സംസാരിച്ചു. വെൺമനാട് ഷാസ് ചാരിറ്റബിൾ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഡോണേഴ്സ് ഹബ്ബ് കേരള ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി സൗജന്യ രക്തദാന ക്യാമ്പ് നടത്തി. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സിദ്ദിഖ് കൈതമുക്ക് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് വിഷ്ണുപ്രഭ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ഹബീബ് ഇബ്രാഹിം, PK സിറാജുദ്ദീൻ ഹാമിദ്, അസറുദ്ദീൻ, ഷക്കീർ എന്നിവർ സംസാരിച്ചു. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജിലെ 1985-87 പ്രീ ഡിഗ്രി 4th ഗ്രൂപ്പ് ബാച്ച് വിദ്യാർത്ഥികൾ വ്യത്യസ്തമായ കലണ്ടർ പുറത്തിറക്കി. 39 വർഷങ്ങൾക്ക് മുൻപ് ഒപ്പം പഠിച്ച സഹപാഠികളായ 88 പേരെയും കണ്ടെത്തി അവരുടെ ഫോട്ടോകളും ജനന തീയതി, വിവാഹ തീയതി തുടങ്ങിയവ വിശേഷ ദിവസങ്ങളായി ഉൾപ്പെടുത്തിയാണ് അപൂർവവും വ്യത്യസ്തവുമായ ഹലോ 2025 കലണ്ടർ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഫോൺ നമ്പർ, കുടുംബ വിവരങ്ങൾ എന്നിവയും കലണ്ടറിലുണ്ട്. ചലച്ചിത്ര നടൻ സുനിൽ സുഗത കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു. CS പ്രേംകുമാർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. TN പ്രവീൺ, ബിജോയ് പെരുമാട്ടിൽ, ടോണി മഞ്ഞളി, PD പോൾസൺ, തോമസ് ആന്റണി, NF ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. വെങ്കിടങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K കരുണാകരൻ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണികണ്ഠൻ മഞ്ചറമ്പത്ത് അധ്യക്ഷനായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ ലതിക, ബാബു പതിയാന, OT ഷംസു, ഹക്കീം കണ്ണോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തളിക്കുളം പഞ്ചായത്ത് 2024-25 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വളർത്തുമൃഗങ്ങൾക്ക് ധാതു ലവണ മിശ്രിതവും വിരമരുന്നും വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI സജിത ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, സന്ധ്യ മനോഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മുറ്റിച്ചൂർ യൂണിറ്റ് സമ്മേളനം ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് MK ജോഷി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ശ്രീദേവി വിനീഷ്, ട്രഷറർ മിനി മോഹൻദാസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഷിമ്മി ശിവദാസ്, പീതാംബരം ഇയാനി, CR വിശ്വംഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്ത് റൈസ് മിൽ സെന്ററിൽ വെറ്റിനറി സബ് സെന്റർ വഴിയുള്ള മിൽ റിംഗ് റോഡ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, കടങ്ങോട് ഗ്രാമീണ വായനശാല പ്രസിഡന്റ് UV ഗിരീഷ്, വാർഡ് മെമ്പർ CV സുഭാഷ്, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ സൗമ്യ സുരേഷ് എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7090, പവന് 56,720 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3192 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലപ്പെട്ട സംഭവത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ADGP MR അജിത് കുമാറിന്റെ റിപ്പോർട്ട്. ദേവസ്വത്തിലെ ചിലർ ഗൂഢാലോചന നടത്തിയെന്ന റിപ്പോർട്ട്. ഉത്തരവാദിത്വം തിരുവമ്പാടി ദേവസ്വത്തിന്റെ മേൽ വെച്ചുകെട്ടാൻ നീക്കമെന്ന് തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ. ഓട്ടുപാറ സെന്ററിൽ സ്വകാര്യ ബസ് ഇടിച്ച് കാൽനട യാത്രികനായ വയോധികൻ മരിച്ചു. കുമരനെല്ലൂർ സ്വദേശി രാമനാണ് മരിച്ചത്. പാലപ്പള്ളിയിൽ പുലിയിറങ്ങി പശുവിനെ ആക്രമിച്ചു. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാന ആക്രമണം. ജില്ലയിൽ വന്യമൃഗ ആക്രമണങ്ങൾ പതിവാകുന്നു. ചാലക്കുടി പുഴയിലെ കൊച്ചുകടവിൽ നിന്ന് അയിരൂരിലേക്കുള്ള പാലം നിർമ്മാണത്തിനായി പ്രാരംഭ നടപടികൾ ആരംഭിച്ചു. പാലം യാഥാർത്ഥ്യമായാൽ പുഴൂരിൽ നിന്ന് ആലുവയിലേക്കുള്ള ദൂരം 6 കിലോമീറ്റർ കുറയും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.